ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസ് ബന്ധം പുറത്തായതോടെ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടായി UDF നേതാക്കൾ. വിഷയം സഭയിൽ ഉന്നയിച്ചാൽ കോൺഗ്രസ് ബന്ധം തിരിച്ചാരോപിക്കുമെന്നതിനാൽ പ്രത്യക്ഷ പ്രതിഷേധം വേണ്ട എന്ന നിലപാടിലാണ് UDF. സഭാ കവാടത്തിൽ MLA-മാരായ IC ബാലകൃഷ്ണനും AK-M അഷ്റഫും സമരം തുടരുമെന്ന് പറയുമ്പോഴും വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിനായിട്ടില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വലിയ രീതിയിലാണ് ആദ്യമൊക്കെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നത്. സഭയിലടക്കം ശബരിമല സ്വർണ്ണ കവർച്ച വിഷയമാക്കുന്നു. ഒരുപക്ഷെ അത് പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ആ ശബരിമല സ്വർണ്ണ കവർച്ച അവിടെ ചർച്ചയാകുന്നില്ല, വിഷയമാകുന്നില്ല. എന്തായാലും ഇപ്പോൾ അടൂർ പ്രകാശിന്റെ പേരും ഒപ്പം സോണിയാഗാന്ധിയുടെ പേരൊക്കെ ഉയർന്നു കേട്ടതിന് തൊട്ട് പിന്നാലെ യൂത്ത് കോൺഗ്രസ് എവിടെ, UDF പ്രവർത്തകർ എവിടെ? പെട്ടെന്നാണ് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടത്. എന്തായാലും ഈ എറിയാനുള്ള വടി തങ്ങൾ തന്നെ കൊടുക്കേണ്ട എന്ന നിലപാടിന്റെ പുറത്താണോ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്നുമൊക്കെ ഒന്ന് പിന്നോട്ടാഞ്ഞിരിക്കുന്നത് UDF? പ്രശാന്ത്. അശ്വതി, കഴിഞ്ഞ സമ്മേളന കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലം നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സഭയ്ക്കകത്തും പുറത്തുമെല്ലാം ഈ സ്വർണ്ണ കവർച്ച വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. MLA-മാരടക്കം വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമ്മേളനം എത്തുമ്പോഴേക്കും ആ കളം മാറുന്നു, രീതി മാറുന്നു. നിലവിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ പേര് കൂടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇത്തരത്തിൽ ഈ കൊള്ള നടത്തിയ സ്വർണം വിറ്റു, അല്ലെങ്കിൽ അത് മാറി എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെ എങ്ങനെയാണോ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചത്, അത്ര ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനി ഈ വരുന്ന സമ്മേളന കാലത്തിൽ സഭയ്ക്കുള്ളിൽ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ അത് തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. കാരണം സഭയ്ക്കുള്ളിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും അതിൽ ചർച്ചകൾ നടന്നാൽ തിരിച്ച് CPM-ഉം, അതായത് ഭരണപക്ഷവും ഇത്തരത്തിൽ ഈ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം കോൺഗ്രസിലെ നേതാക്കളും ഇത്തരത്തിൽ അടൂർ പ്രകാശം അടക്കമുള്ളവർ ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, സംശയത്തിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്കെതിരായി വരുമെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ UDF-ന്റെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ പ്രതിഷേധമുണ്ട് എങ്കിൽ പോലും പ്രതിഷേധം അറിയിക്കുന്നു എന്നതിൽ അപ്പുറത്തേക്കായിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം, അതായത് ഒരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പുറത്ത് കാണിച്ചുകൊണ്ടോ വലിയ രീതിയിലൊരു പ്രതിഷേധം നടത്തേണ്ട അതൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പേരിനൊരു പ്രതിഷേധം, അശ്വതിയും നേരത്തെ അത് പരാമർശിക്കേണ്ടേ, പേരിനൊരു പ്രതിഷേധം. കാരണം ഇവർക്ക് പിന്മാറാൻ പറ്റില്ല, പിടിച്ചു നിൽക്കണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഗിമ്മിക്കുകളുമായിട്ട് UDF അവതരിക്കുമ്പോൾ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരു പ്രതിഷേധം അതൊരു ചടങ്ങായിട്ട് മാറും. കാരണം കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഈ പറഞ്ഞതുപോലെ UDF-ലെ പല പ്രമുഖരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ അനാവൃതമാകും. അപ്പോൾ അതിന് മുതിരില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ?